പുതിയ ഒരു ഷർട്ട് വാങ്ങി അന്ന് തന്നെ അതിനകത്ത് ചായ വീണ എന്താവും, കറയായ എന്ത് ചെയ്യും, അത് പോവില്ല, ഷർട്ട് നമ്മൾ കളയേണ്ടി വരും. ഇനി അങ്ങനെ ഷർട്ട് കളയേണ്ട കാര്യമില്ല. ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ വീഡിയോ ഞാൻ കണ്ടത്. അപ്പൊ നമുക്ക് ആ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഈ സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ദേ നോക്ക്, ഇത് ചെക്ക് ചെയ്ത് നോക്കാം. പോർട്ടബിൾ ഡിറ്റർജന്റ്. ഇതിനകത്ത് ഇമ്മീഡിയറ്റ് റിമൂവൽ, മൾട്ടിപ്പിൾ സ്റ്റെയിൻ, നോ വാഷിംഗ്, ഇതിനകത്ത് എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് കറ പോക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് അടുത്ത ടെസ്റ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ കറ ഇതിനോണ്ട് പോകും എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഓരോരോ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം കൊണ്ടുവന്നത് ഈ സാധനമാണ്. ഇത് പ്രൈമറാണ്, അപ്പോക്സി പ്രൈമർ. നമ്മുടെ വീടിന്റെ ചുമരിന്റെ മുകളിലൊക്കെ അടിക്കുന്ന വാൾ പെയിന്റ് ആണ്. ഓക്കെ, ഇതിന് എമൽഷനോ എന്താണ് പറയുന്നത്. അപ്പൊ ഇതുണ്ട്. ഇതാണ് സ്പ്രേ പെയിന്റ്. അപ്പൊ ഈ 3 തരം പെയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് വെളുത്തുള്ളി അച്ചാർ. അപ്പൊ അച്ചാറൊക്കെ നമ്മൾ ഏതെങ്കിലും കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അച്ചാർ വീഴും, മേലെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ അച്ചാർ വീഴും, കറി വീഴാറുണ്ട്. അപ്പൊ അതൊക്കെ പോവാന്ന് നോക്കണ്ടേ. അപ്പൊ അതിനോണ്ട് അച്ചാർ മേടിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് കുട്ടികളുടെ ഡ്രസ്സിന്റെ മേളിലാവുന്നതാണ് ഈ ഐറ്റം. ഇത് കണ്ടോ, സ്കെച്ചാണ്, സ്കെച്ച്, കളർ സ്കെച്ച്. ഇത് ബ്രൂ കോഫിയാണ്. കോഫി നമ്മൾ ഇതിനകത്ത് കോഫി പൗഡർ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര കറയാണ്. അപ്പൊ നമുക്ക് ഇത് ഒരു തുണി എടുത്തിട്ട്, വൈറ്റ് തുണിയും അതുപോലെ കളർ തുണി എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ഉറ്റിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ വൈറ്റ് തുണിയാണ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇത് തന്നെ നമുക്ക് ഈ പെയിന്റ് എടുക്കാം. ഈ പെയിന്റ് ഓക്കെ, അത്ര മതി. അടുത്തതായിട്ട് നമുക്ക് ഈ വാൾ പെയിന്റ് എടുക്കാം. അടുത്തതായിട്ട് സ്കെച്ചാണ്. ഈ സ്കെച്ച് നമുക്ക് പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് അച്ചാർ. ഓക്സി പെയിന്റ് ആണ്. ഇത് മറ്റുള്ള പെയിന്റിനേക്കാളും കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള പെയിന്റ് ആണ് കേട്ടോ. ഈ സാധനം ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് പിന്നെ നമ്മുടെ പറമ്പിലുള്ളതാണ്. എന്ത് കായാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ സാധനത്തിന് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്തും കറ വലിക്കുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ നമുക്ക് ആക്കി വെക്കാം. പശ പോലെ അതിന്റെ കറ. ഇതാണ് മെയിൻ സാധനം, ചായ. അതായത് കോഫി നമ്മൾ കലക്കി വെച്ചതാണ്. അപ്പൊ നമ്മൾ നേരത്തെ തേച്ച് വെച്ചിട്ടുള്ള ഈ കറകളൊക്കെ ഉണ്ടല്ലോ, ഈ പെയിന്റും കറകളും അച്ചാറും ഐറ്റംസ് ഒക്കെ, ഇതൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഈ മുതലിനെ നമുക്ക് ആദ്യം തുറക്കണം. ഇതേ കണ്ടോ, ഒരു ബോള്. ഈ ബോൾ ഇങ്ങനെ കിടന്ന് തിരിയുന്നു. ഇത് പൊട്ടിച്ചില്ല. അടപ്പിന്റെ അകത്തും ഒരടപ്പ്. നമ്മൾ ഇത് തുറന്നിട്ടുണ്ട്. ഇത് നല്ല മണം, നല്ല സോപ്പിന്റെ ഒക്കെ മണം. ആരുടെ ഈ നേരത്തൊക്കെ തെങ്ങ് വെട്ടുന്നേ? ഈ ബോൾ തിരിക്കുമ്പോഴാണ് ഈ സാധനം വരുന്നത് കേട്ടോ. ഇതിങ്ങനെ ആക്കിയിട്ട് താഴ്ത്തിയിട്ട് ഇതിനെങ്ങനെ തിരിച്ചു. ഇത് നോക്കിക്കാ, വരുന്നതാ. വാ, ഇങ്ങോട്ട് വെച്ചോ. എന്റെ പൊന്നളിയോ, ഒരിഞ്ച് ഒരു തുള്ളി പോലും അനങ്ങിയിട്ടില്ല കേട്ടോ. ഇനി ഇത് തേച്ച് വെക്കണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ പെയിന്റിനകത്ത്? അവന്മാര് വീഡിയോക്കകത്ത് കാണിക്കുന്നതേ ഒരൊറ്റ വലിച്ചിട്ട് ഒരു തുള്ളി കൊണ്ട് ഇങ്ങനെ പോക്കുന്നതാ. രണ്ട് പെയിന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് കറ ആയിട്ടുള്ള സാധനം ഒന്ന് നോക്കി നോക്കാം. ഇതാണ് ചായയുടെ കറ. ചായക്കറൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അനങ്ങുന്നില്ല. ഇതവിടെ നിൽക്കട്ടെ, ഇതവിടെ വെക്കാം. നമുക്ക് ഇതിനകത്തോട്ട് പോവാം. ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ച കായയുടെ കറയാണ്. അതിനകത്ത് ഇതും അവിടെ നിൽക്കട്ടെ. ഇത് പെയിന്റാണ്, അപ്പോക്സി പെയിന്റ്. പെയിന്റിനകത്ത് എന്തായാലും പോകുന്നില്ല. എന്നാലും ചുമ്മാ ഒന്ന് അടിച്ചു നോക്കാം. ഇതാണ് അച്ചാർ. ഈ അച്ചാർ നമുക്ക് പോകാൻ നോക്കണ്ടേ? ഇതേണ്ട അച്ചാർ പോകുന്നു.
ഇനി ഞാൻ ഈ ഒരയ്ക്കുന്നതിന്റെ പവർ കൊണ്ട് പോവാണോ എന്തോ. നമുക്കൊന്ന് തുടച്ചു നോക്കാം. ആ ഒരു തുണി എടുത്തിട്ടേ തുടച്ചെടുക്കാം നമുക്കിത്. ഇതെന്താ സംഭവിച്ചത്? ഇപ്പോൾ ഈ കറയിലൂടെ ഇങ്ങോട്ടൊക്കെ പരന്നല്ലോ, വലിച്ചിറങ്ങി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോന്നു. ഇതും കുറച്ച് ഇതിനകത്ത് ഇട്ട് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിൽ എപ്പോഴും പ്രശ്നക്കാരനായിട്ടിരിക്കുന്ന നമ്മുടെ സ്കെച്ച്. ഓ ഗായ്സ്, ഞാൻ വളരെയധികം ടയേർഡായിപ്പോയി ഈ സാധനം വരച്ച്. പോടെ കറ ഇറങ്ങി പോടെ. ഒരു കോമഡി ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആകെ ഒരു ചെറിയ അളവിലാണ് ഈ കോഫി എടുത്തത്, അതായത് ചായ. അതിലൂടെ നമ്മൾ ഈ സാധനം വെച്ച് ഉരച്ചിട്ട് എത്ര വലുതായിട്ട് ആ കറ പരന്ന് നോക്കിക്കേ. ഈ സാധനം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ?